ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് നേരിയും കൊണ്ട് തോട്ടിൽ പോകാം കേട്ടോ. കുറച്ച് ദിവസമായി തോട്ടി മീൻ കയറി എന്ന് പറഞ്ഞിട്ട് നേരി വേളമായിരുന്നു. നമുക്കെന്നാൽ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ബാ പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തോട്ടിലോട്ട് പോകാം കേട്ടോ. തോട്ടിലോട്ട് പോകുന്ന വഴി ഇത് റോഡാണ്. ഈ മരം വെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് ഇങ്ങനെ കള്ള പിടിച്ചോടെ കിടക്കുന്നത്. അങ്ങനത്തെ തോട്ടിലെത്തി. തോട്ടിലും തോടെന്ന് പറയുന്നത് വലിയ തോടൊന്നുമല്ല, കുഞ്ഞൊരു തോടാണ്. ഇത് ആറ്റിൽ നിന്ന് കയറി വരുന്ന മീനാണ് കേട്ടോ. കല്ലേമുട്ടി എന്ന് പറയും. ആർക്കും അറിയായിരിക്കും, പലയിടത്തും പല പേരാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ കല്ലേമുട്ടി എന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെ കല്ലെ പിടിച്ച് കയറി ഇങ്ങ് പോരും. നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ കൂടെ നേരെ കയറി റോക്കറ്റ് വിടുന്ന പോലെ നേരെ കയറി ഇങ്ങ് പോരും. അപ്പോൾ മീനുണ്ട്, കുഞ്ഞു മീനാണ്, കുഞ്ഞു പൊടി മീൻ. നമ്മൾ തോർത്തിട്ട് വിരിച്ച് കഴിഞ്ഞാൽ കയറി. പണ്ട് ഞങ്ങൾ ഇതിനെ കൊണ്ട് വീട്ടിൽ കുപ്പിക്കകത്തിടുമായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് കുപ്പിക്കകത്ത് കൊണ്ടുവന്നിട്ട് പായലൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തോട്ടിൽ തന്നെ കൊണ്ടുവിടും. അതതിൻ്റെ പാട്ടിന് പൊക്കത്തും നോക്കും. ഇന്ന് പിള്ളേരൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഞങ്ങൾ വന്ന് മീൻ പിടുത്തവും കാര്യങ്ങളും ഞണ്ടിനെ പിടിക്കുമായിരുന്നു. ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്ന ഈ റബ്ബറിനകത്തൊക്കെ മീൻ കയറുമായിരുന്നു വലിയ മഴ സമയത്ത്. അത് പണ്ട്. ഇപ്പോൾ ഒന്നും കയറത്തില്ല. ഈ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം വെള്ളം വരും കേട്ടോ. മുട്ടറ്റം വെള്ളം കാണും ഈ പിടിക്കുന്നത്. ഞങ്ങളിവിടെ കിടന്ന് കുളിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. അതൊക്കെ നല്ല ഓർമ്മയിലുണ്ട്. പിന്നെ ഈ തോടിൻ്റെ കരയിൽ നിൽക്കുന്ന ഒരു മരമായിട്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തുവാണ് എനിക്കറിയത്തില്ല ഇതിൻ്റെ പേര്. അപ്പോൾ ഇതുകൊണ്ട് പണ്ട് ഞങ്ങൾ ഈ വണ്ടിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇത് ഈ ശബരിമലയ്ക്ക് ഒക്കെ പോകുന്ന ആൾക്കാർ ഇതിൻ്റെ ഈ ഇല പറിച്ചുകൊണ്ട് പോയിട്ട് വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ കെട്ടി വെക്കുമായിരുന്നു ഇതിൻ്റെ ഈ തണ്ട്. അപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ഇത് കണ്ടില്ലേ, ഇതാണ് പൂവരശ്. നമ്മയിൽ കണ്ട മരം പൂവരശ്. കുഞ്ഞു പിള്ളേർക്ക് വെള്ളമൊക്കെ തിളപ്പിച്ച് കുളിപ്പിക്കാനൊക്കെ എടുക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഇപ്പുറത്ത് വന്ന് തോടിൻ്റെ ഇപ്പുറത്ത് കുറച്ച് സ്ഥലം കൊണ്ട് മരം വെട്ടിയിട്ടേക്കുന്നു. അവിടെ വന്നതിന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് കൊതുകടി കൊള്ളാൻ വയ്യാത്തതുണ്ട്. നേരെ വീട്ടിലോട്ട് കയറി പോയേക്കാന്ന് വെച്ചു. വരുന്ന വഴി നേരി എന്തോ പറിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവിടെ നിന്ന് പൂവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കൈ വെച്ചോ, കളയണ്ട എന്ന് പറഞ്ഞ് പതുക്കെ മേളിലോട്ട് ഞങ്ങളുടെ വഴി കൂടി ഇങ്ങനെ കയറി വരിക. ഞങ്ങളുടെ വഴിയെന്ന് പറയുമ്പം കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, വഴി വെട്ടിയിട്ടേക്കും. ഇന്നത് കോൺക്രീറ്റ് ചെയ്യണം. ഇപ്പം മഴ സമയമായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അത് വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. കാരണം അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പം ഒരു കല്ല് ഉരുട്ടിയിട്ട് നേരി ഉരുണ്ട് വീടും. അതുകൊണ്ട് തിരിച്ച് കയറി കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു നോക്കിയും കണ്ടും കയറി വരണം, ഇല്ലെങ്കിൽ ഒന്നുകൂടെ താഴത്തോട്ട് കയറി വരേണ്ട വരും പറഞ്ഞു. കാരണം ഉരുണ്ടൊക്കെ താഴ്ത്തു. അതുകൊണ്ട് എന്നിട്ട് ചിരിക്കുന്നുണ്ട് പുള്ളിക്കാരി, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനതിൻ്റെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പെരിയ വീട്ടിലോട്ട് ഇങ്ങനെ കയറി വരുന്ന വഴി ഞാൻ പറഞ്ഞു, നീ എന്നാ പൂവാ പറിച്ചത്, ഒന്ന് കാണിച്ചേ. കാണിക്കത്തില്ല. ഞാൻ പറഞ്ഞു, നീ വല്ല ചുറുദിനത്തിൻ്റെ പൂവെല്ലാം വന്ന് പറിച്ച് വെച്ചേക്കുന്ന കയ്യിലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല. ഞാൻ പറഞ്ഞു നീ ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ ദേ കാണിച്ചു. നോക്കിയപ്പോൾ എന്തോ ചെറുകരതി നമ്മൾ കാലം മരുന്നരച്ചിടുമല്ലോ, ഉളുക്കുന്നതിനും നീര് വെക്കുന്നതിനൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ, വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക് യു. എന്നിട്ട് ഇനി പതുക്കെ വീട്ടിലോട്ട് കയറി പോവാം. അവിടെ കൊണ്ട് ഞാൻ